വളരും തോറും പിളരും, പിളരും തോറും വളരും. ഏതെങ്കിലും ഒരു മുന്നണിയുടെ കൂടെ ചേർന്ന് കാര്യങ്ങൾ സേഫ് ആക്കും. എന്നാൽ ഇനി പണി പാളും. കേരള കോൺഗ്രസിന് അല്ല, കേരള കോൺഗ്രസുകൾക്ക് ഇനി എന്ത് സംഭവിക്കും? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏതാണ്ട് എല്ലാ അക്ഷരങ്ങളും ചേർത്ത് ഒരു കേരള കോൺഗ്രസ് ഉണ്ട്. ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിരിക്കുകയും ചെയ്യും. സീറ്റ് ഉറപ്പാക്കും. ജയിച്ചാൽ മന്ത്രിസ്ഥാനം ഉറപ്പാക്കും. ഇതൊക്കെയായിരുന്നു കേരള കോൺഗ്രസിന്റെ ഇതുവരെയുള്ള ശീലം. 1964 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടുപോന്ന കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാർ രൂപം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. കോൺഗ്രസ് വിട്ടുപോന്നവരുടെ നേതാവായിരുന്ന മൂവാറ്റുപുഴയ്ക്കടുത്ത് വാഴക്കുളം സ്വദേശി KM ജോർജാണ് കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായി കണക്കാക്കപ്പെടുന്നത്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, കൊല്ലം ജില്ലകളിലാണ് കേരള കോൺഗ്രസിന് കൂടുതൽ വേരോട്ടമുള്ളത്. വടക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിലും കേരള കോൺഗ്രസിന് അത്യാവശ്യം സ്വാധീനമുണ്ട്. 1964 ഒക്ടോബർ 8 കേരള കോൺഗ്രസ് എന്ന ഒരു പുതിയ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. KM ജോർജ്, വയലായിടിക്കുള, മാത്തച്ചൻ കുരുവിനാക്കുന്നേൽ, ജോൺ ജേക്കബ്, R ബാലകൃഷ്ണപിള്ള, T കൃഷ്ണൻ, MM ജോസഫ്, CA മാത്യു, ജോസഫ് പുലിക്കുന്നേൽ തുടങ്ങിയവരായിരുന്നു പാർട്ടിയുടെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തത്. KM ജോർജ് ആയിരുന്നു പാർട്ടിയുടെ സ്ഥാപക ചെയർമാൻ. മാത്തച്ചൻ കുരുവിനാക്കുന്നേൽ ആദ്യ ജനറൽ സെക്രട്ടറി. ധനാഢ്യനായിരുന്ന മാത്തച്ചൻ കുരുവിനാക്കുന്നേലിനായിരുന്നു കോട്ടയത്തെ പാർട്ടി ഓഫീസിന്റെയും ഓഫീസിലെ ജീപ്പിന്റെയും ചുമതല. 1965 മാർച്ച് 4 നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 26 സീറ്റ് കിട്ടിയ കേരള കോൺഗ്രസ് ഉറച്ച കാൽവെപ്പോടെ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. അന്ന് കോൺഗ്രസിന് കിട്ടിയത് 40 സീറ്റ്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് 36 സീറ്റും. ആർക്കും ഭൂരിപക്ഷമില്ലാത്തതിനാൽ 1965 സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. കേരള കോൺഗ്രസ് രൂപീകരണ കാലത്ത് കുതിരയായിരുന്നു തെരഞ്ഞെടുപ്പ് ചിഹ്നം. 1979 ജോസഫ് മാണിയുമായി പിരിഞ്ഞപ്പോൾ കുതിര ചിഹ്നം കോടതി വിധി വഴി മാണിക്ക് ലഭിച്ചു. ജോസഫിന് ആനയായിരുന്നു ചിഹ്നം. 1984 മാണിയും ജോസഫും ചേർന്നപ്പോൾ കുതിര ചിഹ്നം തെരഞ്ഞെടുത്തു. 87 വീണ്ടും പിളർന്നു. ചിഹ്നത്തർക്കത്തിൽ കോടതി കുതിര ചിഹ്നം മരവിപ്പിച്ചു. മാണി 2 ഇല ചിഹ്നമായി തിരഞ്ഞെടുത്തു. പിന്നീട് ഇങ്ങോട്ട് വളരുകയും പിളരുകയും ഒരുപാട് കാലം തുടരുകയും ചെയ്തു. 2010 ജോസഫ് കോൺഗ്രസ് എമ്മിൽ ലയിച്ചു. മാണിയുടെ മരണശേഷം 2020 കേരള കോൺഗ്രസ് വീണ്ടും പിളർന്നു. ചിഹ്നത്തർക്കം ഉണ്ടായെങ്കിലും ജോസ് കെ മാണി നയിക്കുന്ന പാർട്ടിക്ക് 2 ഇല ചിഹ്നം ലഭിച്ചു. 2021 തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പിന്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ട്രാക്ടർ ഓടിക്കുന്ന കർഷകനാണ് ചിഹ്നമായി അനുവദിച്ചത്. പാർട്ടിയുടെ സ്ഥാപനത്തെ തുടർന്ന് വന്ന വർഷങ്ങളിൽ അനേകം പിളർപ്പുകളിലൂടെ കടന്നുപോയ ഈ കക്ഷിയിൽ നിന്ന് ഇന്ന് ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടായി. ഇത്തരം പിളർപ്പുകൾക്ക് പിന്നിൽ ആശയപരമായ ഭിന്നതയ്ക്ക് പകരം വിവിധ സമ്മർദ്ദ വിഭാഗങ്ങളുടെയും നേതാക്കന്മാരുടെയും താല്പര്യങ്ങളായിരുന്നു എന്ന് ആക്ഷേപമുണ്ട്. അതേസമയം നിരന്തരമായ പിളർപ്പുകൾ കക്ഷിയെ ബലഹീനമാക്കുന്നതിന് പകരം ശക്തിപ്പെടുത്തുകയാണ് ചെയ്തതെന്ന KM മാണിയുടെ നിരീക്ഷണം ഇടയ്ക്കെങ്കിലും കൗതുകമുണർത്തി. അതാണ് വളരെ പ്രസിദ്ധമായ വളരും തോറും പിളരും, പിളരും തോറും വളരും എന്ന പ്രയോഗം. ഇനി ഇന്നത്തെ അവസ്ഥ നോക്കാം. നല്ല മുന്നേറ്റം നടത്തണം. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കേരള കോൺഗ്രസുകൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഇതാണ്. വൻ തോൽവികൾ പാർട്ടികളിൽ ആഭ്യന്തര പൊരുത്തക്കേടുകൾക്ക് വഴിയൊരുക്കും. ഇത് പിളർപ്പിന് വിടയാക്കും. കേരള കോൺഗ്രസ് എമ്മിന്റെ അവസ്ഥ നോക്കാം. മത്സരിച്ചത് 12 സീറ്റിൽ, കയ്യിലുള്ളത് 5 നിലനിർത്തണം. ഒപ്പം പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പാലായിൽ ജയിക്കുകയും വേണം. പാലായിൽ വീണ്ടും ഒരു തോൽവി സംഭവിച്ചാൽ അത് കേരള കോൺഗ്രസ് എമ്മിൽ പാളയത്തിൽ പടയുണ്ടാക്കും. ജോസ് കെ മാണിക്കെതിരെ നീക്കം ശക്തമാകും. നിലവിലെ സാഹചര്യത്തിൽ ഇവരുടെ ഉറപ്പുള്ള സീറ്റ് കാഞ്ഞിരപ്പള്ളി മാത്രം. റാന്നി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലും കടുത്ത പോരാട്ടമായിരുന്നു. PJ ജോസഫ് നേതൃത്വം നൽകുന്ന വിഭാഗത്തിന് കിട്ടിയ 8-ൽ 7 വരെ ജയിക്കാമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. കൈവശമുള്ള 2-ൽ നിന്നും എത്ര കൂടുതൽ വന്നാലും അവർക്ക് ലാഭം. പാർട്ടിയുടെ അമരത്തേക്ക് കടന്നു വരുന്ന അബു ജോൺ ജോസഫിനും ഈ ഫലം പ്രധാനമാണ്. ഗണേഷ് കുമാറിന്റെ കേരള കോൺഗ്രസ് ബിക്കും അനൂപ് ജേക്കബിന്റെ കേരള കോൺഗ്രസ് ജേക്കബിനും വിജയം സ്വന്തം പാർട്ടിയുടെ നിലനിൽപ്പിന് അനിവാര്യമാകുന്ന അവസ്ഥയാണ്. രണ്ടുപേരുടെയും നില അല്പം പരുങ്ങലിലും. UDF അധികാരത്തിൽ വരികയും KB ഗണേഷ് കുമാർ തോൽക്കുകയും ചെയ്താൽ പിന്നെ പറയാനുമില്ല. തിരിച്ച് LDF അധികാരത്തിൽ വന്ന് അനൂപ് ജേക്കബ് തോറ്റാലും ഇത് തന്നെ അവസ്ഥ. ആന്റണി രാജുവിന് അയോഗ്യത വന്നതോടെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ അവസ്ഥയും ദയനീയമായി. ചുരുക്കി പറഞ്ഞാൽ മധ്യ തിരുവിതാംകൂർ മുതൽ ഇങ്ങോട്ട് വളർന്നും പിളർന്നും വീണ്ടും ലയിച്ചും പിന്നെയും പിളർന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസുകാർക്ക്
ഈ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാണ്. അത് അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ ബാധിക്കും. കേരള രാഷ്ട്രീയത്തെ അല്പം പോലും ബാധിക്കില്ല എന്നത് വേറെ കാര്യം. അനീഷ് തകടിയിൽ, എക്സ്പ്രസ് വാർത്താ ഡെസ്ക്.